ഇന്നത്തെ ദിവസം കർത്താവെ ക്രിസ്തുവിൽ ഞങ്ങൾ ഓരോ ദിവസവും വളരുകയാണ്. കർത്താവിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇപ്പം തോമസ് ബേർ എന്നൊരു യാത്രയിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സകലതും ഇന്ന് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണും, കാതുകൊണ്ട് കേൾക്കും. ഇന്ന് ഞങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഒരുമനപ്പെട്ട ദൈവസന്നിധി ഞങ്ങളായിരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ തകർന്നു പോകുവാൻ കർത്താവെ അങ്ങ് സമ്മതിക്കത്തില്ല, ഞങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനി പാപിയല്ല, നീതിമാനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും ക്രൂശിൽ കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് നശിച്ചു പോകത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാ കാര്യവും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ, എല്ലാ കാര്യങ്ങളെയും ദൈവം അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാം സാക്ഷിയാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കൂടെയുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് നമ്മുടെ നടുവിലുണ്ടല്ലോ. വലിയ പ്രവൃത്തികളെ ഇന്ന് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, വചനത്തിൻ്റെ തിരിച്ചറിവിൽ വേണം നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളാണ്. നമ്മൾ തുടർമാനമായിട്ട് വചനം കേട്ടുകൊണ്ട് വരും. ഇന്നലെ കേട്ട വചന ചിന്ത അല്ലെങ്കിൽ വചന ഭാഗം എന്തിനെ പറ്റിയുള്ളതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നോ? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അപ്പൊ നമ്മള് ദൈവരാജ്യത്തെ പറ്റി ഇന്നലെ കേട്ടു. അപ്പൊ കുറച്ച് ഒത്തിരി ആൾക്കാർക്ക് വലിയ സംശയങ്ങളുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ബൈബിളിൽ നിന്നാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന ആ സമയത്ത് കർത്താവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും ആ പ്രാർത്ഥന ചൊല്ലുന്നവരാണെങ്കിൽ ആ പ്രാർത്ഥന അർത്ഥം അറിയണം. യേശുക്രിസ്തുവിൽ നമുക്ക് അതിൻ്റെ അർത്ഥമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യത്തിലേക്ക് തന്നെ പോവാം. നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആ വാക്യത്തിലേക്ക് വേഗത്തിൽ തന്നെ ഇന്ന് പെട്ടെന്ന് പോകുകയാണ്. ദൈവാത്മാവ് നമ്മളെ സകലതും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. അവിടെ നമ്മുടെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ആ ഭാഗത്തിൽ തന്നെയാണ് ഞാൻ വീണ്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഞങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, അല്ലേ? നമ്മളിവിടെയാണ് ആരംഭിച്ചത്, അല്ലേ? ലൂക്കോസിലെ സുവിശേഷത്തിൽ പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ഇന്നലെ രാജ്യത്തെ പറ്റി, സ്വർഗസ്ഥനായ പിതാവേ നിൻ്റെ രാജ്യം വരണമേ. അപ്പോൾ എന്താണ് രാജ്യം എന്നുള്ളത് കേട്ടു. ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ 2ാമത്തെ ദിവസമാണ് നമ്മളിത് നോക്കുന്നത്. 2ാം ദിവസവും തീരത്തില്ല, കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അപ്പം നിൻ്റെ രാജ്യം വരണം. അപ്പോൾ ദൈവരാജ്യം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. അപ്പോൾ ഈ രാജ്യം സ്ഥാപിക്കാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വായിച്ചാൽ മതി, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പം മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ദൈവരാജ്യത്തിലേക്ക് വരുന്നൊരു വ്യക്തിയുടെ ആദ്യ പടിയാണ് ദൈവരാജ്യം. അപ്പം നിങ്ങൾക്ക് ഞാനൊരു വാക്യം
ഒന്ന് പറയാം. നിങ്ങൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ വാക്യം നിങ്ങളൊന്ന് കാണണം. നിക്കോദീമോസ്, നമ്മൾ ഒരു തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നിക്കോദീമോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ആമേൻ ആമേൻ, ഞാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, ദൈവരാജ്യം കാണണമെങ്കിൽ പോലും പുതുതായിട്ട് ജനിക്കണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ദൈവരാജ്യം വരണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് കാര്യം പറയുകയാണ്. യേശുക്രിസ്തു നേരിട്ട് പറയുകയാണ്, ഒന്ന്, നീ വീണ്ടും ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ നോക്കി 5-ാമത്തെ വാക്യം കാണുന്നുണ്ടല്ലോ, ആമേൻ ആമേൻ, എന്നർത്ഥം അങ്ങനെ തന്നെ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചാണ്. അപ്പൊ ദൈവരാജ്യത്തിൽ കയറുവാൻ കഴിയുമോ? നിങ്ങൾ പറ, ഈ വചനം വെച്ച് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റുമോ? ഇല്ല ബ്രദറെ, ഇല്ല. ആമേൻ. നിങ്ങളെല്ലാവരും പറഞ്ഞ് ഇല്ലെന്നാണ്. ഇനി ശ്രദ്ധിച്ചു നോക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച, അപ്പൊ ജനിച്ചില്ല എങ്കിൽ കയറത്തില്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ കിടക്കുവാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇനി 7-ാമത്തെ വാക്യം നോക്കി. 7-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ, പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ ആശ്ചര്യപ്പെടരുത്. അപ്പം പുതുതായി ജനിച്ചൊരു വ്യക്തിക്ക്, അതായത് വെള്ളത്താലും ആത്മാവിലും ജനിക്കുന്ന ഒരു വ്യക്തി പുതുതായി ജനിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുവാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം 2 കൊരിന്ത്യ ലേഖനമാണ് ചിന്തിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ തുടങ്ങിയത് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പേ നിങ്ങൾ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിന് മുമ്പേ നിങ്ങൾ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലോ, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് വായിക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? പുതുതായി ജനിക്കുകയാണ്. അപ്പോൾ വീണ്ടും ജനിക്കുന്ന വ്യക്തിക്ക് എന്ത് പറ്റുന്നു? അവന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദറെ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഞാൻ കയറി എന്നതിന് എന്നാ തെളിവ്? ദൈവത്തിൻ്റെ രാജ്യം നിൽക്കുന്നത് ശക്തിയിലാണ്. ദൈവരാജ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശക്തിയിലാണ്. നിങ്ങൾ നോക്കിയേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. ഇവിടെ വായിച്ചു നോക്കിയേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ഇനി നമുക്ക് നേരെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് യേശു പറഞ്ഞ വാക്കിലോട്ടൊന്ന് പോകാവേ. പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്തിനാ പുതുതായിട്ട് ജനിക്കുന്നത്? എന്തിനാ യേശു പറഞ്ഞില്ലേ പുതുതായി ജനിക്കാൻ? യേശു എന്തിനാ പറഞ്ഞത്? പഴയത് കഴിഞ്ഞു പോകണം. പുതുതായിട്ട് എന്തിനാ ജനിക്കുന്നത്? ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് പുതുതായി ജനിക്കണം എന്നൊരു വാക്ക് പൗലോസ്ലീഹ പറയുന്നില്ല, പകരം മറ്റൊരു വാക്കാ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചേ. ഇവിടെ നോക്കിയാ, അപ്പൊ യേശു പറഞ്ഞതും പൗലോസ് പറഞ്ഞതും തമ്മിൽ വ്യത്യാസം എന്തു? യേശു പറഞ്ഞു പുതുതായി ജനിക്കണം, പുതുതായി ജനിക്കണം. ഇവിടെ പൗലോസ്ലീഹ പറയുന്നു യേശുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. കണ്ടോ, പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു എന്തുകൊണ്ട് പറഞ്ഞില്ല വീണ്ടും ജനിക്കണമെന്ന്? യേശുക്രിസ്തു പറഞ്ഞപ്പം പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർ പുതുതായി. അതിൻ്റെ അർത്ഥം ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? പൗലോസ്ലീഹ പറയുന്ന ഈ ലേഖനത്തിലും യേശുവിൻ്റെ കാലത്തിലും തമ്മിൽ ഇടയിൽ എന്ത് സംഭവിച്ചു? ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിന്റെ മരണം നടന്നാൽ എന്താ സംഭവിക്കുന്നത് അവിടെ?
നമ്മള് നീതിമാനായി യേശു അത് തന്നെ, യേശു മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞു പുതുതായി ജനിക്കണം, പുതുതായി ജനിക്കണം. പൗലോസ്ലീഹ പറഞ്ഞു ക്രിസ്തുവിലായാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായിരിക്കുന്നു. ആകുമെന്നല്ല, ഇനി വരാൻ പോകുന്ന സ്വർഗരാജ്യത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യത്തില്ല, പുതുതായി തീർന്നിരിക്കുന്ന പറയത്തില്ല, പുതുതായി തീരും എന്നേ പറയത്തുള്ളൂ, ആകും എന്നേ പറയത്തുള്ളൂ. ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലാണ്. ഇനി എന്താ തെളിവ്? നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് ഒന്ന് പോകാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ഒന്ന് പറ, എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? എല്ലാവരും രക്ഷ പ്രാപിക്കാൻ, ദൈവരാജ്യം. എത്ര പേര് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ട്? എത്ര പേര് ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നവരുണ്ട്? അവരോട് ഞാൻ ചോദിക്കുക, എന്താ ദൈവത്തിന്റെ ഇഷ്ടം? പറ. ദൈവത്തെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, ദൈവരാജ്യം വരണം. എനിക്ക് അറിയണം, അതൊന്നുമല്ല ദൈവത്തിന്റെ ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ബൈബിളിൽ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയുന്ന ചൊല്ലുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന തത്തമ്മേനോ മൈനേനെയൊക്കെ പോലെ നമ്മൾ എന്തു പറയുന്നു തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ പല പ്രാർത്ഥനകളും, ചുമ്മാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം അറിയണം. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം വന്നിട്ടില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നിട്ടില്ല, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല, നിങ്ങളിപ്പോഴും ദിനം പ്രതി ആഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓടുന്നവരാണ്. ഇത് മുഴുവൻ നോക്കിക്കുക, ദൈവരാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ. ഇനി എന്താണ് ഈ ഇഷ്ടം എന്നുള്ളത് നമുക്ക് കേൾക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു നേരിട്ട് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. എൻ്റെ അർത്ഥം യേശു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പിതാവിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ എന്താ പിതാവിൻ്റെ ഇഷ്ടം? നീ എന്നെ അയച്ചിരിക്കുമെന്ന് ലോകം വിശ്വസിപ്പാൻ. പിതാവേ, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകുന്നു. ഇനി നോക്കിക്കേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന് പോലെ അവരെ സ്നേഹിക്കുന്നത് ഞാൻ അറിയുന്ന, ലോകം ഒന്നാകുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിൽ, ശ്രദ്ധിച്ച, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പൊ സ്വർഗത്തിൽ എങ്ങനെയാ പിതാവും പുത്രനും എങ്ങനെ ഇരിക്കുന്നത്? പിതാവും പുത്രനും രണ്ടും രണ്ടു പേരായിട്ടാണ് ഇരിക്കുന്നത്, അതോ ഒന്നാണോ? പറ, എങ്ങനെയാ സ്വർഗത്തിലിരിക്കുന്നത്? അപ്പൊ ഈ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. ഈ ഇഷ്ടം ഭൂമിയിൽ നടത്താൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. കാരണം പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇനി ദൈവത്തിന് എന്ത് ചെയ്യണം? മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. സ്വർഗത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകണം. അങ്ങനെ അതിനെന്ത് ചെയ്യണം? അതിന് 23-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരിലും നീ എന്നിലും. അതായത് യേശു നമ്മളിലായാൽ ദൈവം നമ്മളിലേക്ക് വരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നായിത്തീരും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ 3 പേരും ഒന്നായിത്തീരുന്ന ഇഷ്ടമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇത് നടന്നിട്ടില്ല. ഇനി നടന്നോ എന്നതിന് എന്നാ ബ്രദർ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയുന്നല്ലാതെ എന്നാ തെളിവ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം നോക്കിക്കേ, അതിൻ്റെ 3-ാം അധ്യായം നോക്കി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഏറ്റവും താഴത്തെ വാക്യം, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ
പെണ്ണെന്നോ ഏതുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഈ വചനം നോക്കിയേ, ഒന്നൊന്ന് വായിച്ചേ. ഇപ്പൊ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൽ ആരാണ്? എൻ്റെ കൂടെ ഒന്ന് മ്യൂട്ട് മാറ്റി പറ. നിങ്ങളിപ്പോ ക്രിസ്തുവിൽ ആരാണ്? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ബൈബിൾ പറയുന്നു ക്രിസ്തുവിൽ ഒന്നാണ്. പക്ഷെ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാകണം. ശ്രദ്ധിച്ച്, അവരൊന്നായിരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യണം? ഒന്നാകണം. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും ആകണം, തമ്മിലാകേണ്ടതിന്. അപ്പൊ ആയിട്ടുണ്ടോ? ഇവിടെ യേശുക്രിസ്തു ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്വനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ. അപ്പൊ ഇന്നും നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവും നിങ്ങളും ദൈവവും ഒന്നായിട്ടില്ല എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം യേശു ഭൂമിയിൽ മരണപ്പെട്ടിട്ടില്ല എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. തെളിവാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പലർക്കും സംശയം വരും, ബ്രദറെ ഞങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ അല്ലായിരുന്നു ബ്രദറെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ബൈബിള് തെറ്റാകുന്നില്ല. നിങ്ങൾക്കത് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലം നിങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ തന്നെയല്ലേ നോക്കിയത്. POC ആണെങ്കിലും ഓർത്തഡോക്സിന്റെ ആണെങ്കിലും CSIയുടെ ആണെങ്കിലും മർത്തോമയുടെ ആണെങ്കിലും പെന്തക്കോസ്തിന്റെ ആണെങ്കിലും ഏത് ബൈബിളിലും ഈ വാക്യം തന്നെയാണ്. നോക്കിക്കുക നിങ്ങൾ. ബ്രദർ നോക്കുന്ന ബൈബിളിലാണല്ലോ ബ്രദറെ അത് മാത്രം ഉള്ളതെന്നല്ലല്ലോ, എല്ലാ വചനത്തിലും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് ഒരു വ്യക്തി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്താകുന്നു? അവൻ നിങ്ങൾ ഈ വാക്യം നോക്കി, ഇതിൻ്റെ 23-ാമത്തെ വാക്യം നോക്കി, നീ എന്നിൽ ആകുന്നത് പോലെ. യേശു പറയുകയാണ്, ഇതാണ് നടക്കാൻ പോകുന്നത്. അതായത് ഞാൻ അവരിലും, ശ്രദ്ധിച്ച, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടത് തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ അവരിലാകണം. അപ്പൊ ഇത് പറയുന്ന സമയത്ത് യേശു നമ്മുടെ ഉള്ളിൽ വന്നോ ഇല്ലയോ? പറ. ഈ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ നമ്മുടെ യേശു നമ്മളിൽ വന്നോ? ഇല്ല. യേശു അവരുടെ കൂടെയാ. യേശു ശിഷ്യന്മാരുടെ കൂടെ നടക്കുക, അവരിലായിട്ടില്ല. യേശു എപ്പോഴാണ് അവരിലാകുന്നത്? അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ കർത്താവിന്റെ മരണശേഷം എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. നോക്കിയേ, ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ധരിച്ചിരിക്കുന്നു. യോഹന്നാനി പറയുകയാണ്, ഞാൻ അവരിലും. ശ്രദ്ധിച്ചു നോക്കി, ഞാൻ അവരിലും. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ വാക്യെല്ലാം കറക്റ്റായിട്ട് വന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. ഇത് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സമയം. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-9 തോന്നുന്നു. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും അടുക്കിലേക്ക് വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. എനിക്കൊന്ന് യോഹന്നാന്റെ സുവിശേഷം 6-9 ആ വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് എടുക്കാവും. ഞാൻ ആ വാക്യം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഞാൻ വേഗത്തിലെടുക്കാം. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾ സംശയം പറഞ്ഞു, ബ്രദറെ അങ്ങനെയല്ല ബ്രദറെ, യേശുവിന്റെ മരണശേഷവും യേശുവിന്റെ മരണത്തിന് മുമ്പും അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ല ബ്രദറെ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നോക്കിയോണം. ഈ വാക്യം നോക്കി, 7:37 നോക്കി. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ഓടി വന്നു യേശുവിലേക്ക്. എന്നിട്ട് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. കേട്ടോണേ. എന്നിട്ട് പറയാണ്, അവർ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെയാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആത്മാവ് അവിടെ ആരുടെ മേലും വന്നിട്ടില്ലായിരുന്നു. കണ്ടോ, ഒരു വാക്ക് ചേർക്കുന്നുണ്ടോ? യേശു ഇത് പറയുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടില്ല? ഒന്ന് പറഞ്ഞു. യേശു ഇത് പറയുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടില്ല? അപ്പോൾ യേശു പറയാണ്, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൽ നദി ഒഴുകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നാണ്, ഞാൻ കൂടെ ഞങ്ങൾക്ക് ആ നദി തരാൻ പറഞ്ഞപ്പോൾ അവരെ താഴെ പറയുകയാണ്, യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അർത്ഥം മരിച്ചടക്കപ്പെട്ട് ഉയർത്തിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ മേൽ ആത്മാവ് വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് അവരുടെ മേൽ ആത്മാവ് വന്നത്? പറ.
എപ്പോഴാ വന്നത്? യേശു മരിച്ചുയർത്തെഴുന്നേറ്റു. യേശു മരിച്ചുയർത്തുന്ന ചുമ്മാ പറഞ്ഞാ പോരാ, തെളിവ് പറ. ഏത് വാക്യത്തിൽ, എവിടെ? ആക്ട്സ് 1:8. ഉൽപ്പത്തി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ഇനി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിയ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത നാള് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. നോക്കി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പൊ യേശു പറയുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിൽ നദി ഒഴുകുമെന്ന് പറയുന്ന സമയത്ത് ആത്മാവ് അവരുടെ മേൽ വന്നിട്ടില്ല. എപ്പോഴാണ് അവരുടെ മേൽ എല്ലാവരുടെ മേൽ വന്നത്? യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോഴും സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴിതൊന്നും നടന്നിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ടെൻഷൻ ആകരുത്, ഭാരപ്പെടുക. അയ്യോ ബ്രദർ, അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല കേട്ടത്, ഞാൻ ഇങ്ങനെയല്ല അറിഞ്ഞത്. ഞാനിത് മുഴുവൻ പറഞ്ഞത് ബൈബിളിൽ നിന്നാണോ അതോ ഗൂഗിളിൽ നിന്നാണോ? പറ, ബൈബിളിൽ നിന്നാണോ ഗൂഗിളിൽ നിന്നാണോ? എന്നാ ഉറപ്പ്? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കുറവല്ല. ഓരോ കാലഘട്ടത്തിലും ദൈവം ഇത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതായത് ആ ഇഷ്ടം നടക്കണമെങ്കിൽ സ്നാനം എന്ന ശുശ്രൂഷ ഭൂമിയിൽ വെളിപ്പെടണം. സ്നാനപ്പെട്ട വ്യക്തി യേശുവിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, വിശ്വാസത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പഴയ പാരമ്പര്യ രോഗം വരത്തില്ലെന്ന് പറയാൻ കാര്യം എന്തുവാ? നിങ്ങളിപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പുതുതായിരിക്കുന്നു. അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു ബ്രദറെ, അമ്മച്ചിക്ക് വെരിക്കോസ് ഉണ്ടായിരുന്നു ബ്രദറെ, അമ്മച്ചിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, അപ്പച്ചൻ ഇന്ന രോഗം ഉണ്ടായിരുന്നു, എനിക്ക് പേടിയ ബ്രദറെ. യേശുവിലായ ഒരു വ്യക്തിയാണോ, കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ, വിശുദ്ധ സ്നാനത്തേറ്റ വ്യക്തിയാണോ, ഒരു പാരമ്പര്യ രോഗവും നിങ്ങളുടെ മേൽ വരത്തില്ല. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം ഇതെന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇനി ഞാൻ ഒരു തെളിവിടെ കാണിച്ചു തരാം. ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളൊരു തെളിവ് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. 2 കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യമാണ്. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ നോക്കി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൂട്ടായ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നോക്കാൻ പറ്റും. നിങ്ങൾ നോക്കി, നോക്കി, നമ്മളെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാർ നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ വാക്യം നോക്കി, നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നമ്മെ അഭിഷേകം ചെയ്ത ദൈവമല്ലോ, നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ഇത് 3ഉം ചേരുന്ന സ്ഥലമാണ് ദൈവരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലാണ്. ഇപ്പോൾ ഇത് 2ാമത്തെ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾക്കകത്ത് കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ നിങ്ങൾ നോക്കി, യേശു പറയുകയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടരുത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് മുമ്പുള്ള കാര്യങ്ങൾ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന സമയത്ത് യഹൂദനോടാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ യഹൂദൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വന്ന്, യേശു പറയുന്ന ദൈവരാജ്യവും ദാവീദിൻ്റെ അഴിഞ്ഞുപോയ കൂടാരത്തെ വീണ്ടും പണിയുമെന്ന് പറയുന്ന പുത്തൻ യെരൂശലേമിനെ പറ്റിയുള്ള വെളിപ്പാടിനെയാണോ ഇത് പറയുന്നത്? ഇതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, കർത്താവേ, ഈ സമയത്താണോ നീ ഇസ്രായേലിന് വേണ്ടി രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് വെച്ചാൽ, ഈ ദൈവരാജ്യം ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നതെന്ന് ഓർത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇനി കർത്താവിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്, കർത്താവ് പുത്തൻ യെരൂശലേമിലേക്കാണ്, അതാണ് ഭൂമിയിലേക്ക് വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ നാട്ടിലെ പോലെ കുറേ മന്ത്രിമാരെ MLA ആക്കി വെച്ചിട്ട് അവർ വന്ന് ഭരിക്കുമല്ല. ആ രാജ്യം ഐഹികമല്ല. യേശു പറഞ്ഞല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ശക്തി കൊണ്ടാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത്. കർത്താവ് ഇപ്പോൾ ഒരു കസേര അവിടെ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞല്ലേ, കർത്താവ് സിംഹാസനം ഇട്ട് യെരൂശലേമിൽ വാഴും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിനെ, നമ്മളിപ്പോഴും നമുക്ക് ആ കാര്യങ്ങളോ അർത്ഥങ്ങളോ യഥാർത്ഥത്തിൽ ബുദ്ധിയിലാണ് ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്.
യേശു പറഞ്ഞ വാക്ക് നോക്കി, നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാൾ അനുഭവിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷത്തിൽ കേട്ട് വന്നപ്പോൾ അതിനകത്ത് കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ ആത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് ദൈവാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പൊ ലൂക്കോസിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തുവാ ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഒന്ന് വായിച്ച്. ഇത് ഞാൻ മാറ്റി മാറ്റി ഒന്ന് വായിപ്പിക്കാൻ വേണ്ടി പോകണം. ഒന്ന് വായിച്ചേ നിങ്ങൾ. മ്യൂട്ടായിപ്പോയി, അൺമ്യൂട്ട് വായിച്ചോ. ഇല്ല ഇവിടെ മുതൽ നിന്റെ ഇഷ്ടം അല്ല, ഇവിടെ ഇത് വായിച്ച് വേണ്ട, ഞാൻ മാർക്ക് ചെയ്തേക്ക്. അല്ല, ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് മാത്രം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേൻ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്ത് ചെയ്യണം? ഭൂമിയിലും ആകണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കുറെ പേര് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പിണക്കം വന്നേക്കാം, നിങ്ങൾ ചിലപ്പോൾ എന്നെ വിട്ട് മാറിപ്പോയേക്കാം. എനിക്കൊരു കുഴപ്പമില്ല. കാര്യം ഇത് ബൈബിളാണ്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവരാജ്യത്തിൻ്റെ ശക്തിയും അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ. ഞാൻ പറയാം, ചിലർക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പിണക്കം വന്നു, ബദറ ഞങ്ങൾ അങ്ങനെയല്ല അറിഞ്ഞത്. ചിലർക്ക് ഒത്തിരി ആൾക്കാരുണ്ട് പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല. ഇപ്പോഴും പല ആൾക്കാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിലപ്പം എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കുന്ന ആളുകൾ ഇപ്പോൾ ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇതാണ് വചനത്തിൻ്റെ സത്യം, ഇതാണ് വചനത്തിൻ്റെ ശക്തിയും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാം, കർത്താവിൻ്റെ വചനം തിരിച്ചറിയുന്നതിലൂടെയാണ് നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാനിത് പറയാതിരുന്ന് നിങ്ങളിപ്പോൾ സന്തോഷിപ്പിക്കുക, ബ്രദറെ അങ്ങനെയല്ല സിസ്റ്റർ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ എന്നോട് ചോദിക്കും, നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആമേൻ. അപ്പം ഇവിടെ ഈ രാജ്യം ഭൂമിയിൽ കർത്താവ് സ്ഥാപിക്കാനാണ് വന്നത്. യേശുക്രിസ്തു വെറുതെ വന്നതല്ല. ഇവിടെ തൻ്റെ മരണം കൊണ്ട് ഭൂമിയിൽ അതിൻ്റെ അടിത്തറയിട്ടു. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ഇവ മൂന്ന് കൊണ്ടും കർത്താവ് ദൈവരാജ്യത്തിൻ്റെ അടിത്തറ ഭൂമിയിൽ ഇട്ടുകഴിഞ്ഞു. നമ്മൾ നോക്കി, ദൈവരാജ്യം ഭക്ഷണപാനീയമല്ല, നീതിയും സമാധാനവും. നോക്കി, ദൈവരാജ്യം ഭക്ഷണപാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ. ഇൻ ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ. അപ്പം ഇത് ഭൂമിയിൽ വന്നതിന് തെളിവെന്തുവാ? ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു തെളിവാണ്. ആമേൻ. അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇഷ്ടം. ഇനി ഇഷ്ടം എന്നുള്ളത് ഞാനെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ചിലർക്ക് എന്തുകൊണ്ടാണെന്ന് ഇത് ദഹിക്കാതെ വരുന്നത്, നിങ്ങൾ ഇതുവരെ കേട്ടത് സത്യമാണെന്നുള്ള ബൈബിളല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം കേട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിലർ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കേട്ട കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞു, ബ്രദർ ഇത്ര നാൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാക്കാത്ത എനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പല ആൾക്കാരും അല്ലേ. ഇന്നലെ ആ തിരിച്ചറിവ് മാറി, വചനം കേട്ട് വചനത്തിലൂടെ തന്നെ അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ നമ്മൾ 2 പേരുടെ സാക്ഷ്യം കേട്ടു, അത്ഭുത സൗഖ്യങ്ങൾ അവരിലൂടെ നടന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടു? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാനത് അറിഞ്ഞിട്ടും ഞാനത് പറയാതിരുന്നെങ്കിലോ? അത് തെറ്റാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കേട്ട് പഠിച്ചത് ഞാൻ ഒത്തിരി കാര്യം, ഞാൻ വിശ്വാസം ചെയ്ത് വന്നപ്പോഴേക്കും ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് ഒത്തിരി ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നും ഇന്നും പ്രാർത്ഥിച്ച, കർത്താവ് എനിക്ക് ബൈബിളിൽ നിന്നൊരു തെളിവ് വേണം കർത്താവ്. ഞാൻ വെറുതെ ഇങ്ങനെ അവരിവരും പറയുന്നത് പോലെ വലിയ പാരമ്പര്യമല്ല നമ്മൾ നോക്കേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതാണ് വാസ്തവം. ബൈബിൾ ഇത്രയും കാലം നമുക്കറിയാം, 2000 വർഷത്തോളം പുതിയ നിയമത്തിന് ശേഷം, കർത്താവിൻ്റെ ക്രൂശിന് മുമ്പ് ഒരു പഴക്കമുണ്ട്, അതിന് ശേഷം 2000 വർഷം പഴക്കമുണ്ട്. ആ ബൈബിള് തന്നെയാണ് നമ്മുടെ ഇരിക്കുന്നത്. അതേ ബൈബിള് തന്നെ ഇരിക്കുന്നത്. ബൈബിളിൽ ഒരു തിരുത്തലും വന്നിട്ടില്ല. ബൈബിളിന് തിരുത്തം വന്നിട്ടില്ല. ലോകത്തിൽ പല മാറ്റം വന്നിട്ടുണ്ട് സഭകൾക്ക്, പക്ഷെ ബൈബിളിനൊരു മാറ്റമില്ല. ബൈബിൾ പറയുന്നു യേശു വന്നത് ദൈവരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നിന്റെ ഇഷ്ടം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കർത്താവിൻ്റെ ഇഷ്ടം ഒന്ന് പറ.
ഒന്ന് പറഞ്ഞ് കേട്ടത് വെച്ച്. നാളെ ഞാൻ ഇത് ഭാഗം വെച്ച് നമ്മൾ അടുത്തതിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ദൈവവും സ്വർഗത്തിലെ പോലെ പിതാവും പുത്രനും ഇനി അതെങ്ങനെ നടക്കുന്നത്? ജനിക്കണം, പുതുതായി ജനിക്കണം. അപ്പൊ പുതുതായി ജനിക്കുന്നതിലൂടെ നിങ്ങൾ ഈ വചനമെല്ലാം നോക്കി വെറുതെ പറയല്ലേ. ബ്രദർ ചുമ്മാ ഏതാണ്ടൊക്കെ പറഞ്ഞു. നാളെ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം. വായിച്ചേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം 28-ാം വാക്യം വായിച്ചേ. കണ്ടോ? ദാസനോ സ്വതന്ത്രനോ അടിമയോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, ക്രിസ്തുവിൽ. അപ്പൊ യേശു പറഞ്ഞു, പിതാവേ നീ എന്നെ അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നത്? നമ്മൾ തമ്മിൽ ഒന്നാകുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണം. അതിനാദ്യം ഞാൻ അവരിലാകണം. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇതൊരിക്കലും മത്തായിലോ മർക്കോസിലോ ലൂക്കോസിലോ യോഹന്നാനിലോ ഇല്ല. കാര്യം യേശു അവരുടെ അകത്തല്ല, യേശു അവരുടെ കൂടെയാണ്. നിങ്ങൾ നോക്കിയേ, സുവിശേഷത്തിൽ എല്ലായിടത്തും കൊടുത്തേക്കുന്ന ഒരു വാക്യം എന്നാണെന്നറിയാവോ? യേശു അവരുടെ കൂടെ നടന്നു, യേശു അവരുടെ കൂടെ ഗലീലയിൽ പോയി, യേശു അവരുടെ കൂടെ എന്ത് ചെയ്തു? പത്രോസ്ലീഹായുടെ വീട്ടിൽ പോയി. പക്ഷേ ലേഖനങ്ങൾ യേശുവിൻ്റെ മരണശേഷം യേശു കൂടെ എന്നല്ല, യേശുവിൽ. നോക്കിയേ, ക്രിസ്തുവിൽ, ക്രിസ്തുവിനെ. അപ്പൊ ഇവിടെ എല്ലാം കൊടുത്തേക്കുന്ന വാക്കിന്റെ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പറയുന്ന കാര്യം എന്തോ? ദൈവരാജ്യം വന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാകും. ദൈവരാജ്യം വന്നില്ലെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ കൂടെ നടക്കും. ഇപ്പോൾ സ്വർഗസ്വന പിതാവേ നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ രാജ്യം വന്നില്ലെങ്കിൽ യേശു ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ക്രൂശിൽ മരിച്ചിട്ടില്ല. നിന്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. നമ്മൾ ഒന്നാകണമെങ്കിൽ സ്നാനം വെളിപ്പെടണം. യേശു മരിച്ചു അതല്ലേ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കേട്ട വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചായിരുന്നു. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് നമ്മൾ എന്ത് ചെയ്തു? കേട്ടു. അപ്പൊ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാനിടയിൽ നമ്മൾ നോക്കിയേ. ഇതെന്തിട്ട്? യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നടന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് യേശു ഇത് പറഞ്ഞത്? ഒന്ന് ചോദിച്ചോട്ടെ, യേശു എന്തിനായിരിക്കും ഇത് നടന്നിട്ട് പറഞ്ഞാൽ പോരെ? പറ. നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഇവിടെ നിങ്ങൾ നോക്കി, യേശു അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും വാ എൻ്റെ അടുത്തോട്ട്. അപ്പോൾ ഓടി വന്ന ആൾക്കാർ പറയും, കർത്താവ് ഞങ്ങൾക്ക് വെള്ളം താ. അപ്പോൾ കർത്താവ് വെള്ളം എന്ന് പറഞ്ഞ ആരാന്നറിയോ? പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ താ. തൊട്ട് താഴെ പറയണം, എടാ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് തേജസ്കരിക്കപ്പെടാതെ ഇത് കിട്ടത്തില്ല. ഇനി എപ്പോൾ കിട്ടും? നീ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് ഓടിവാ. മർക്കോസിന്റെ മാളികമുറിയിൽ പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെയും മേൽ വന്നു. അപ്പോൾ ഒരു ചോദ്യം, എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ എൻ്റെ അർത്ഥം എന്തുവാ? പറ, എൻ്റെ അർത്ഥം എന്തുവാ? എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ എൻ്റെ അർത്ഥം എന്തുവാ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പം നിങ്ങൾ ഇനിയും സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മത്തായി, മർക്കോസ്, ലൂക്കോസിൽ നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ എത്തിയിട്ടില്ല. ക്രൂശിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ഇനി ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം? നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചോ? നിങ്ങൾക്ക് പാപമോചനം വന്നു കഴിഞ്ഞോ? ഈ 3 കാര്യങ്ങളാണ് വരും ദിവസം കേൾക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യേശുവിലായിക്കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള ഒരു രോഗമോ പിശാചോ നിങ്ങളെ തൊടത്തില്ല. മന്ത്രവാദങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങളെ പ്രവേശിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയും കേട്ടതിൻ്റെ അകത്ത് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? കേട്ടതിൻ്റെ അകത്ത് ആർക്കെങ്കിലും സംശയമുള്ളവരാരെങ്കിലും ഉണ്ടോ? അതോ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി ബ്രദറെ. ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോ. ആരാ സംശയം ചോദിച്ചു? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കി എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ബ്രദർ പറഞ്ഞു രാജ്യവും നീതി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
യേശുക്രിസ്തു മരിച്ചോന്ന് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടോ ഉയർത്തെഴുന്നേറ്റോ ക്രൂശിൽ മരണപ്പെട്ടോ എന്നാണ്. പക്ഷെ ഞാനിവിടെ പലരിൽ നിന്നും കേൾക്കാറുണ്ട്, ആരോടും നമ്മളൊരു കൂട്ടായ്മയ്ക്ക് വിളിക്കുകയോ ഒക്കെ വരുവാണെങ്കിൽ അവര് ചിലപ്പം തടസ്സം പറയും. അന്നേരം എല്ലാരും പറയും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം കൂട്ടിച്ചേരുമ്പോ അത് ഓക്കെ, ഇനി ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പം തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്, അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ കയറാൻ വേണ്ടിയുള്ളൊരു ഭാഗമാണ്. പലപ്പോഴും ആ സൗകര്യം പറഞ്ഞാൽ പലരോടും നമ്മോട് പറയും, ആദ്യം നിന്റെ വിഷയം മാറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിൻ്റെ രാജ്യം. അപ്പോൾ നമ്മൾ വലിയ പ്രശ്നത്തിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കി എല്ലാം നിന്റെ പുറകെ വരുന്നു. അപ്പോൾ ഇത് കേൾക്കും നമ്മൾ പറയും ശരി, നാളെ പോലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാൻ സഹോദര. നമ്മുടെ ചിന്തയിൽ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണ് രാജ്യവും നീതിയും അന്വേഷിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അപ്പോൾ അതിനോട് കൂടെ ഇതൊക്കെയും കിട്ടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ ഉള്ളത്? തൊട്ടുമുടുത്ത വാക്യത്തിൽ പറയാം, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. എൻ്റെ അർത്ഥം നീ ടെൻഷൻ അടിക്കണ്ട. അയ്യോ നാളെ എന്നായിത്തീരും എൻ്റെ ഭാവി, ടെൻഷൻ അടിക്കണ്ട. എൻ്റെ പിള്ളേരുടെ ഭാവി എന്തായിത്തീരും, ടെൻഷൻ അടിക്കണ്ട. ഈ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും, നമുക്ക് ചിട്ടി പൈസ കിട്ടിയില്ലെങ്കിലും, നമ്മുടെ ലോൺ അടഞ്ഞില്ലെങ്കിലും, പിള്ളേരുടെ ഭാവി നടന്നില്ലെങ്കിലും, നമുക്ക് ആഹാരവും വസ്ത്രവും ഇല്ലെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, ബാക്കി നിങ്ങളുടെ വീട്ടിലെ ഏത് വിഷയം ഏറ്റവും വലുത്? നിങ്ങൾക്ക് ആഹാരമാണോ വലുത്, വസ്ത്രമാണോ വലുത്, അതോ നിങ്ങളുടെ ബിസിനസ്സാണോ വലുത്? ഇതിലേതാ വലുത്? നമുക്ക് ആദ്യം വേണ്ടത് ആഹാരം അല്ലേ? നമുക്ക് 3 നേരം ആഹാരം കിട്ടുന്നില്ല, ലോൺ അടയ്ക്കാൻ പൈസ കിട്ടുന്നുണ്ട്, വല്ല ഗുണമുണ്ടോ? 3 നേരം ആഹാരം കിട്ടുന്നില്ല, പട്ടിണിയാണ്, ഉടുക്കാൻ വസ്ത്രമില്ല, പക്ഷെ ലോൺ അടയ്ക്കാനുള്ള കാശ് കിട്ടുന്നുണ്ട്, ഒരു കുറവുമില്ല. അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ കർത്താവ് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് പറയാൻ? ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ ഇതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പം ഇതാദ്യം കർത്താവ് പറയണം, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നീ വിചാരപ്പെടേണ്ട. വിചാരപ്പെടുന്ന അർത്ഥം ദൈവരാജ്യത്തിലുള്ള വ്യക്തി ടെൻഷൻ അടിക്കണ്ട, അതെൻ്റെ അർത്ഥം അതാ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാലോ, നിങ്ങളിപ്പം എന്താ പറയുന്നത്, ഈ ചില ആൾക്കാർ പറയത്തില്ല, ഞാൻ അമേരിക്കയിൽ പോയാൽ, ഓസ്ട്രേലിയയിൽ പോയാൽ, ലണ്ടനിൽ പോയാൽ, മിഡിൽ ഈസ്റ്റിൽ പോയാൽ പിന്നെ എൻ്റെ ഭാവി സെറ്റിലായി. അല്ലെങ്കിൽ ചിലർ പറയും ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പിന്നെ ടെൻഷൻ ഫ്രീയാണ്, എൻ്റെ ജീവിതം സെറ്റിലായെന്നൊക്കെ പറയും. എൻ്റെ അർത്ഥം എന്തുവാ? പിന്നെ ടെൻഷനില്ല, സെക്യൂർ ആയെന്നാണ് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല എത്രത്തോളം സെക്യൂർ ആണെന്ന്. എന്നാലും നമ്മുടെ നാട്ടിൽ പറയത്തില്ല, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പറയത്തില്ല രക്ഷപ്പെട്ടു, കാര്യം സെക്യൂറായി, പിന്നെ ഒന്നിനെപ്പറ്റിയും ടെൻഷൻ വേണ്ട. ഈ ഒരു സംഭവം തന്നെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിലാണ് പിന്നെ ഒന്നിനെപ്പറ്റിയും ടെൻഷൻ വേണ്ട. മക്കളെ പറ്റിയോ, കുടുംബത്തെ പറ്റിയോ, ജീവിതത്തെ പറ്റിയോ, ഭാവിയെ പറ്റിയോ ഒരു ടെൻഷനും വേണ്ട. ഈ രാജ്യത്തിലെല്ലാം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എല്ലാ ഫെസിലിറ്റിയുള്ള രാജ്യമാണ് ദൈവരാജ്യം. ഇനി ഇത്രയും പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റി വന്നു, എൻ്റെ കർത്താവേ എന്നാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തോട്ട് കയറാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് ഈ രാജ്യത്ത് കയറണം. ഉടനെ കർത്താവ് പറയാണ്, ഈ വകയ്ക്കും ജാതികളാണ് അന്വേഷിക്കുന്ന സ്വർഗസ്ഥനായ നിന്റെ പിതാവ് ഇതൊക്കെ നിനക്ക് ആവശ്യമെന്ന് അറിയുന്നു. അപ്പോൾ ഉണ്ടോ, സ്വർഗസ്ഥനായ പിതാവ്, നീ പേടിക്കണ്ട, നിന്റെ ഈ രാജ്യത്തിലെ എല്ലാ ഫെസിലിറ്റിയും. അപ്പോൾ നമ്മൾ രോഗിയായിരിക്കുന്നുണ്ടോ? സൗഖ്യമുണ്ട്. ശാപത്തിലാണോ? അനുഗ്രഹമുണ്ട്. തകർച്ചയിലാണോ? ഉയർച്ചയുണ്ട്. തലമുറയുടെ വിഷയത്തിലാണോ? നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും എല്ലാം കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൂടി, കർത്താവേ എന്നാൽ പെട്ടെന്ന് ഞങ്ങളെ ആ രാജ്യത്തോട്ട് കയറ്റ്. ഉടനെ കർത്താവ് പറഞ്ഞു, മുമ്പേ ആദ്യം അവൻ്റെ രാജ്യം അന്വേഷിക്കും. ഇവിടെ നോക്കിക്കണം, രാജ്യം നീതിയും അന്വേഷിക്കണം. ശ്രദ്ധിച്ചോണം, രാജ്യവും നീതിയും. അപ്പം രാജ്യം അന്വേഷിക്കാൻ വേണ്ടി യഹൂദയിൽ നിന്നൊരു 10 പേര് ഇറങ്ങുക. രാവിലെ ഒരു യെരുശലേമിൽ ഒരു ബസ് കയറി തപ്പുക രാജ്യം. അപ്പം അന്വേഷിച്ച് അവർ കണ്ടെത്താൻ പറ്റിയില്ല. ഉടനെ യേശുവിൻ്റെ അടുത്ത്, കർത്താവേ എന്താണ് രാജ്യം? ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ യെരുശലേമിൽ മൊത്തം തപ്പി കിട്ടിയില്ല, യഹൂദിയെ തപ്പി ആർക്കും അറിയത്തില്ല. സൗരി ചോദിച്ചതുപോലെ തന്നെ എന്താണ് രാജ്യം? പറ, എന്താണ് രാജ്യം? എന്താ ദൈവരാജ്യം? പറ. നിങ്ങൾ കേട്ടായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. കേട്ടെ, ഇവിടെ നോക്കി, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ രാജ്യം എന്ന് മനസ്സിലായല്ലോ. മുമ്പേ അവിടെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറഞ്ഞാൽ ആദ്യം അന്വേഷിക്കണം നീതി വെളിപ്പെട്ടോ. ആദ്യത്തെ നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ ഒരു തറക്കല്ലിടതുമല്ലോ. ആദ്യത്തെ തറക്കല്ലാണ് നീതി. അപ്പൊ രണ്ടാമത്തെ തറക്കല്ലാണ് സമാധാനം. മൂന്നാമത്തെ തറക്കല്ലാണ് പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷം.
അപ്പം ഇത് ഞാൻ അന്വേഷിച്ചപ്പം യേശുക്രിസ്തുവിൻ്റെ കൂടെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യെരുശലേമിൽ, യഹൂദയിൽ മൊത്തം തപ്പിട്ട് പറഞ്ഞു, നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവർ ആയി തീർന്നിരിക്കുന്നു. ശ്രദ്ധിച്ച്, നീതിമാൻ ആരുമില്ല. ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് എടുക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന ആൾക്കാർക്ക് വരുന്നൊരു വാക്യമാണ്. റോമാലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. നിങ്ങൾക്ക് നോക്കിയാൽ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നു, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ നീതിയില്ല. നീതിമാനായിട്ട് ഒരു വ്യക്തി, അതിനർത്ഥം നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി പോലും ഇല്ല. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നീതിയാണല്ലോ, ഇതെങ്ങനെ ലഭിക്കും? അപ്പം നമ്മൾ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇവിടെ നോക്കിയേ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്ങനെയാണ് നീതി വെളിപ്പെട്ടത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. എന്നാ തെളിവ്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആ തെളിവ് എനിക്ക് തോന്നുന്നത് 2 കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് നമ്മൾ ഇന്നലെ 5-ാം അധ്യായത്തിൽ കേൾക്കാൻ ഇടയായി തീർന്നു. 2-ാം അധ്യായത്തിനേക്ക് പാപമറിയാത്തവനെ നോക്കിയ വചനം, അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടത്, ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ പാപമാക്കി. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി നിൽക്കും? പറ, എവിടെ പോയി നിൽക്കും? എപ്പോഴാണ് യേശുക്രിസ്തുവിനെ പാപമാക്കിയത്? ക്രൂശിൽ. അപ്പം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? കണ്ടോ, ക്രൂശിൽ നിൽക്കും. ഇനി ഞാൻ എടുക്കുന്നില്ല, ഇന്നലെ പറഞ്ഞ വാക്യമാണ്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്തുണ്ടാക്കി കർത്താവ്? അപ്പൊ രണ്ടാമത്തെ സമാധാനം കിട്ടിയോ? അത് അന്വേഷിച്ചാൽ എവിടെ ചെന്ന് നിൽക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചാൽ എവിടെ പോയി നിൽക്കും? ക്രൂശിൽ. ഇനി പരിശുദ്ധാത്മാവിൽ എപ്പോഴാണ് നിങ്ങൾ ആയത്? അപ്പോസ്തല പ്രവൃത്തി, യേശുവിനെ കർത്താവായി സ്വീകരിച്ച 120 പേര് മർക്കോസിന്റെ മാളികമുറി കൂടിയപ്പം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ഇത് മൂന്നും നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്വേഷിച്ച് കണ്ടെത്തുന്ന എവിടെയാ? ക്രൂശിലേക്ക് വരണം. ഇത് കർത്താവ് പ്രസംഗിക്കുമ്പോൾ, മത്തായി പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക, ഞങ്ങൾ അന്വേഷിക്കാൻ റെഡിയാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞെല്ലാം ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളവർക്ക് എല്ലാം വിറ്റുപെറുക്കി നഗ്നനായി ഇറങ്ങാനല്ല എൻ്റെ അർത്ഥം. ക്രൂശിലേക്ക് വാ, നീ എൻ്റെ പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് ദൈവരാജ്യത്തിൽ കയറുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ സംശയം തീർന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നാളെ നമ്മൾ ഇവിടുന്ന് തുടങ്ങുവാണ്. മുമ്പേ അപ്പം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറിയല്ലോ. ആരെങ്കിലും പറയുവാണ് പിള്ളേരുടെ വിഷയം മാറണോ, കടഭാരം മാറണോ, കൊച്ചിൻ്റെ വിഷയം മാറണോ, അതുകൊണ്ട് നീ മുമ്പേ അവൻ്റെ രാജ്യം നീ നശിക്കാൻ പറഞ്ഞാൽ ഉടനെ പറഞ്ഞാൽ അല്ല കർത്താവ്, അല്ല സഹോദര, അതല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ പിള്ളേരുടെ വിഷയം മാറാൻ വേണ്ടി അല്ല ഞാൻ ദൈവരാജ്യം അന്വേഷിക്കേണ്ടത്. കാൽവരി ക്രൂശിൽ അവൻ എനിക്ക് വേണ്ടി ദൈവരാജ്യത്തിലെ മുഴുവൻ അനുഗ്രഹത്തിനും എന്നെ അവൻ അവകാശം. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആണല്ലോ, നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ ജനിച്ചാൽ മതി. ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയെ ഇന്ത്യൻ മിലിറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയായാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ഇതോടുകൂടെ നിനക്കെല്ലാം കിട്ടും. ദൈവം ഇരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ സെക്യൂറാണ്. ദൈവം ഇരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ സേഫാണ്. ദൈവരാജ്യത്തിൽ ഒന്നിനും കുറവില്ല. രോഗിയായി വന്നാൽ സൗഖ്യം ലഭിച്ചിരിക്കും, തകർന്നു വന്നാൽ ഉയർച്ച ലഭിച്ചിരിക്കും. കളിയാക്കാൻ വേണ്ടി ചിലർ പറയത്തില്ലേ, ഇങ്ങോട്ട് വാ, അത് തരും, ഇത് കിട്ടും, ഇത് കിട്ടും. അത് സത്യമാണേ. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടുന്ന ആളല്ല യേശു. ചിലർ പറയും കർത്താവിലേക്ക് വരുന്നവൻ അത് കിട്ടാൻ വേണ്ടിയും ഇത് കിട്ടാൻ വേണ്ടിയും ആരും ഇങ്ങോട്ട് വരണം. അങ്ങനെ തന്നെ പൊക്കോ, അങ്ങനെ തന്നെ പൊക്കോണം. കർത്താവിൻ്റെ വരുന്നവനെ നിറയ്ക്കുന്നൊരു ദൈവത്തെ നമ്മൾ പഠിക്കുന്നത്. യേശു പറഞ്ഞിട്ടില്ലല്ലോ, കർത്താവ് 3 നേരം, നമ്മളാണെങ്കിൽ പറയാം പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ചുമ്മാ പൊക്കോളം പറയും, ചായ പോലും തരാതെ വിടും. പക്ഷേ യേശു അങ്ങനെയല്ല. 5 അപ്പം ഉണ്ടെങ്കിൽ 5000 പേരെ പോഷിപ്പിക്കും. അതാണ് ദൈവരാജ്യം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ, നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടെൻഷൻ ആകണ്ട. പലരും ഭാരപ്പെട്ടു, ബ്രദറെ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ബൈബിൾ നോക്കുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് എൻ്റെ കുഴപ്പമല്ല.
ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞ് മനസ്സിലാക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ ഈ വർഷങ്ങൾ 2000 വർഷമായിട്ടുള്ള ബൈബിളാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അല്ലാതെ ബ്രദർ അമേരിക്കയിലോ യുകെയിലോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രിന്റ് ചെയ്ത ബൈബിളല്ല, 2000 വർഷമുള്ള. അതിന് മുമ്പ് വഴക്കമുണ്ട് ബൈബിളിന്. യേശു ക്രിസ്തുവിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ആ ബൈബിൾ തന്നെയാണ് നിങ്ങളുടെ. ഞാൻ ചോദിച്ചോട്ടെ, അതേ ബൈബിളാണ് നിങ്ങളുടെ ഇരിക്കുന്നത്? സെയിം ബൈബിളല്ലേ നിങ്ങളുടെ ഇരിക്കുന്നത്? ആണോ അല്ലയോ? ഒന്ന് തുറക്കും നിങ്ങൾ ബൈബിൾ. ഇതാണ് ബൈബിളായിട്ടിരിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. ആ ബൈബിൾ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ഒരു വാക്ക് പോലും ഞാൻ എൻ്റെ കൈ നിട്ട് പറഞ്ഞോ? ഒരു വാക്ക് പോലും ഞാൻ കൈ നിന്ന് പറഞ്ഞു? നിങ്ങൾ പറ. അതാ ഞാൻ പറഞ്ഞത്, ബൈബിൾ നമ്മൾ പോലും അറിയാത്തൊരു മിസ്റ്ററി ബുക്കാണ്. ഇതൊരു ചുരുള് പോലെ പുസ്തകമാണ്. നമ്മൾ ഒരു വാക്കുകൊണ്ട് മാത്രം. ഇപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, നിങ്ങൾ ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തവർക്ക് ആ പ്രാർത്ഥന കറക്റ്റാകട്ടോ. യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. കാര്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർക്ക് പറ്റും. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്. ഇനി അന്വേഷിക്ക്, ദൈവരാജ്യത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ട്. നമ്മളതൊക്കെ കേൾക്കാൻ വേണ്ടി പോവാണ്. മുന്നോട്ടത് കേൾക്കാൻ താല്പര്യമുള്ളവർ നാളെ മുതൽ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് ഇനി മാനവീയോ ബ്രദർ എനിക്ക് പറ്റത്തില്ല, ബ്രദർ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓക്കെ, എനിക്ക് സന്തോഷം. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത പല വ്യക്തികളായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും ബ്രദർ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, ബ്രദറെ എനിക്ക് ബ്രദറിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് മീൻസ് ഈ കൂട്ടായ്മ. ഞാൻ പറയും നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത്, കർത്താവ് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ കൂടെ വരും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ പോകാൻ. അതിന് മുമ്പായിട്ട്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട്, നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ്. അപ്പം ചിലപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു വിഷയമായിരിക്കും. അല്ലെങ്കിൽ എനിക്കിത് സ്റ്റഡി പോലെ നമ്മൾ പോകുന്നതുകൊണ്ടാണ്. നാളെ യൂട്യൂബിലാണ് പ്രാർത്ഥന, സൂമിലല്ല. നാളെ ഒരു ദിവസത്തേക്ക് മാത്രമാണ്. ഇവിടെ സൺഡേ പ്രയർ നടക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ പിന്നെയും തിങ്കൾ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി വിതയ്ക്കുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാ മാസവും കർത്താവിൻ്റെ വേലയിൽ ദശാംശങ്ങൾ മാറ്റിവെച്ച് അയക്കുന്നവരുണ്ട്, എല്ലാം ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, വിതയ്ക്കുന്നവൻ കൊയ്യും. വയലിൽ ഇറങ്ങി കളപ്പുരയിലെ വിത്തെടുത്ത് വയലിൽ എറിഞ്ഞ് കിളച്ച് മറിച്ച് നനയ്ക്കുന്നവൻ കൊയ്ത് കളപ്പുരന്നറിയും. അതുകൊണ്ട് വിതയ്ക്കുന്നവൻ്റെ ഒരു പൈസ പോലും, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, കർത്താവിൻ്റെ വേലയിൽ കൊടുത്ത നിമിത്തം ഒന്നും തകർന്നു പോകത്തില്ല. ഒരു പൈസ പോലും ഹോസ്പിറ്റലിൽ കളയത്തില്ല. ഒരു പൈസ പോലും നിങ്ങൾ പോകത്തില്ല. ഒരു അക്കൗണ്ടും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തകർന്നു പോകത്തില്ല. മിറക്കിൾ മണി ഉണ്ടാകും. ഞെരുക്കങ്ങൾ മാറും. കടഭാരങ്ങൾ നീങ്ങും. കാര്യം വിതയ്ക്കുന്നവനെ കൊയ്യത്തുള്ളൂ, അവൻ്റെ കളപ്പുരയെ നിറയത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ വിതച്ചവരെല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞാൻ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നു, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, പിന്നെയും ഞങ്ങൾ വിതയ്ക്കുന്ന ഓരോ വ്യക്തികളെയും ബ്ലെസ് ചെയ്യുന്നു. അവരുടെ നന്മകൾ നിറയട്ടെ. അവരുടെ ജോലി മണ്ഡലങ്ങൾ, ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ. അവരുടെ കർത്താവ് ഇന്ന് മാറ്റിവെച്ച എല്ലാ മാസത്തിലും കർത്താവ് ഓരോ ദശാംശം മാറ്റിവെച്ച് അയക്കുന്നുണ്ടല്ലോ, അവരെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്നും ദൈവം കൊടുത്ത അധ്വാനത്തിൽ നിന്നും അവർ വേർതിരിച്ച് വെക്കുന്നത്, അവർ വിതയ്ക്കുന്നതൊക്കെയും കൊയ്യും. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമൃദ്ധി ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ അധികം സാക്ഷ്യം കേൾക്കുന്നില്ല. ഇന്നൊരു സാക്ഷ്യം എനിക്കിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്കിന്ന് വൈകിട്ട് എനിക്ക് വേറൊരു അർജൻറ്റായിട്ട് ഒരു കാര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഞാൻ സാക്ഷ്യങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ നിമിഷം എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കർത്താവിൻ്റെ വലിയ, നമുക്ക് ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയും, തകർന്നു പോകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, വാഴാനാണ്. വാഴുക തന്നെ ചെയ്യും, വീഴത്തില്ല, വാഴുക തന്നെ ചെയ്യും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്, യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്, നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ രോഗത്താൽ ഭാരപ്പെടുന്ന ഭാഗത്തോട്ടൊന്ന് കൈയെടുത്ത് വെച്ച് ഈ നിമിഷം തകർന്നിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ഒന്ന് കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തികളെ അയക്കുന്നൊരു ദൈവമുണ്ട്, വലിയ പ്രവൃത്തികൾ അയക്കുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ എനിക്ക് പരിചിതമായൊരു സ്ഥലമുണ്ട്, കോട്ടയത്ത് തവളക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്കറിയത്തില്ല, പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ
ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ആ സ്ഥലം, എനിക്ക് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആ സ്ഥലം വന്നതുകൊണ്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ ഇനി ആ സ്ഥലമോ അതുമായിട്ട് എന്താണ് ബന്ധമുള്ള ആരാണോ അവർക്ക് വേണ്ടി ഞാൻ പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ സ്ഥലം വന്നതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ ഇന്ന് ആരാത് ബ്രദറെ ഞാനാണേ. എവിടുന്ന സിസ്റ്ററെ? ഞാന് തവളക്കുഴി, ഞാൻ സ്കൂൾ വണ്ടിയെ പോകുന്നുണ്ട്. അപ്പൊ തവളക്കുഴി ഭാഗത്ത് കൂടെയാ സ്കൂൾ വണ്ടി പോകുന്നത്, കടന്നു ഓക്കെ ഓക്കെ, പോകുന്നത്. എനിക്ക് സ്ഥലം അറിയാം സിസ്റ്റർ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ സ്ഥലം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ ഓർത്ത് കർത്താവ് എനിക്കറിയുന്ന സ്ഥലമാണ്, പക്ഷേ ആ കർത്താവ് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്ററെ എന്നോട് കർത്താവ് എന്ന് പറയണം, ഈ ദിവസങ്ങളിൽ ആ ഏരിയയിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാം. ഒരു ഭവനത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാ കേട്ടോ. ആ ദേശത്തെ ഒന്ന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ ദേശത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങളുടെ കൃപ ഇന്ന് കൂടെ ഉണ്ടല്ലോ, വലിയ മഹത്വം ഇന്ന് ഞങ്ങൾ നിറയ്ക്കുന്നല്ലോ അപ്പം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തി രോഗത്തെ സൗഖ്യമാക്കുന്ന ആ വേദന ഉള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറ, എൻ്റെ കർത്താവ് ക്രൂശിൽ, ഞാനിന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായി ദൈവരാജ്യം ക്രൂശിൽ തുടങ്ങിയിരിക്കുന്നു. അവിടെ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു, അവിടെ എൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കിയിരിക്കുന്നു, അവിടെ എൻ്റെ കഷ്ടതകളെ മാറ്റിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും സകലതും അവൻ നന്മയാക്കി എനിക്ക് മാറ്റിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വീടിൻ്റെ അകത്ത് ഞാനത് പ്രവേശിക്കുമ്പോൾ, ഷിബു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു ഹോള് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡോറ് കയറി നേരെ കാണുന്ന ഒരു ഡോറാണ്. ആ ഡോറ് കയറി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു മുറിയുള്ള ഒരു ഭവനമാണ് ഞാൻ ഈ കാണുന്നത്. എന്നോട് കർത്താവ് പറയുന്നു, ആ മുറിക്കകത്തിരിക്കുന്ന വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നോട് കർത്താവ് പറയുകയാണ്, ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ്. ആ മുറിയിലിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് പറയാൻ വേണ്ടിയാണ് ഷിബു എന്റെ മകനാ. ഇപ്പൊ ഈ പറഞ്ഞ അടയാളം, ഷിബു എന്റെ മകനാ. ഈ പറഞ്ഞ അടയാളം സിസ്റ്റർ കേട്ടായിരുന്നോ? എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോന്റെ പേരും വീടിന്റെ ആ മുറിയിലാണ് സിസ്റ്റർ ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പുതിയ വ്യക്തിയാണ്. എന്നാ കേറിയത് പ്രാർത്ഥനയില്? കുറച്ച് ദിവസം ആളുകൾ കയറി. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മുറിയായിട്ട് ഈ പറഞ്ഞ പോലെയാണ് മുറി ഇരിക്കുന്നത്. സിസ്റ്റർ ഇപ്പൊ ആ മുറിയിലാണോ ഇരിക്കുന്നത്? കേക്കത്തില്ല. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ ആ സൈഡിൽ നിന്ന് പറഞ്ഞോട്ടെ. ഈ മുറിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ മുറിയിൽ ഇരിക്കുന്ന ആളാണോ? അതെ, ഞാനിപ്പോൾ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് അവിടെ വിടുതല കേട്ടോ. അപ്പോൾ കർത്താവ് നമ്മളെ എത്രത്തോളം കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്നോട് എനിക്കെന്നാ സഹോദരി വീഡിയോ പോലും ഓണാക്കി. ഇനി വീഡിയോ ഓണാക്കിയാൽ പോലും ഷിബു എന്നുള്ള പേരുകൊണ്ട് പറഞ്ഞിട്ടുമില്ല, കുടുംബത്തിൽ എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല. പക്ഷേ ഇതെല്ലാം കർത്താവ് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന ശരി. എന്നോട് കർത്താവിനെ പറയുകയാണെ, ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട വിഷയം ആ കുടുംബത്തിൻ്റെ അകത്ത് പലപ്പോഴും മനപ്രയാസത്തോടെ ഇരിക്കുന്നത് എൻ്റെ കർത്താവ് പറയുകയാണ്, ആ ഭാരത്തെ യേശു എടുത്ത് മാറ്റിയിട്ട് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി തമ്പുരാൻ പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ ജോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോമോൻ്റെ ഒരു പെങ്ങളെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ പെങ്ങളുമായിട്ട് 4 വയസ്സിൻ്റെ വ്യത്യാസം ഇവർ തമ്മിലുള്ള ഒരു കുടുംബം ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. പല കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ആ കുടുംബത്തിൻ്റെ അകത്ത് ഒത്തിരി സാമ്പത്തിക കുരുക്ക് വന്നു കയറും. എൻ്റെ അർത്ഥം ആ വീടിന് വിറ്റാൽ പോലും തീരാത്ത രീതിയിൽ എല്ലാം വിൽക്കണം, എല്ലാം മാറ്റണം, എല്ലാം ഒഴിഞ്ഞു പോകണം എന്ന രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇത് നിങ്ങളുടെ സമയമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞാൽ മതി, കർത്താവേ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന വ്യക്തി പറഞ്ഞോണം, ഞാൻ ഇന്ന് മുതൽ തകർന്നു പോകത്തില്ല. ഇന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ
അത്ഭുത സാക്ഷി ആയി തന്നെ തീരും എന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. നിങ്ങൾ പറയാനാണെങ്കിൽ മ്യൂട്ട് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് എനിക്കിവിടെ ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചേക്കുന്നുണ്ട്, ഈ സൗണ്ട് കയറിയത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. പറയാൻ വേണ്ടിയാണോ? അതെ അതെ, ബ്രദർ ജോമോൻ എൻ്റെ സഹോദരനാണ്. ഞാൻ ഈ പറഞ്ഞ അടയാള സിസ്റ്റർ കേട്ടായിരുന്നോ? കേട്ട് ഞാൻ സഹോദരിയാണ് ജോമോൻ. ഈ പറഞ്ഞ ഏജ് ഡിഫറൻസ് കേട്ടായിരുന്നോ? കേട്ടാ പ്രായം, ഈ പ്രായം ഞാൻ പറയുന്നത്. ഓ കർത്താവ് എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല, ഞാൻ വിളിച്ചിട്ടേ ഇല്ല. വിളിച്ചിട്ടേ ഇല്ല? ഇല്ല വിളിച്ചിട്ടില്ല. അപ്പൊ ഈ സഹോദരന്റെ പേര് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മെസ്സേജ് അയക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇത്ര ഏജ് വ്യത്യാസം ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നേറ്റെടുത്ത കേട്ടോ, വലിയ സാമ്പത്തിക നന്മ കയറാൻ വേണ്ടി പോവാണ്. കർത്താവ് പറയുന്നു ഒന്നും നഷ്ടപ്പെടത്തില്ല. പലപ്പോഴും വലിയ നിരാശയോടെയാണ് ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ കർത്താവ് പറയുന്നു ഇല്ല, അതിൻ്റെ അകത്തുനിന്ന് ദേശം കാണുകെ ദൈവം മാനിക്കപ്പെടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് കേൾക്കുന്ന ദൈവരാജ്യം വെറുതെ അല്ല. നിങ്ങൾക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാനിഫെസ്റ്റേഷനാണ്, ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈ വെച്ച് അവിടെ ഞാൻ വരുന്ന ദിവസമൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ കൃപാവര ശുശ്രൂഷയൊക്കെ ആയിട്ട്, ഈ പ്രവചനവര ശുശ്രൂഷയും കൃപാവര ശുശ്രൂഷയൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ ഇരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പല സമയങ്ങളിൽ തിരക്കുള്ളവരായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം. ഈ ഓടിച്ചിട്ട് നിർത്തുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് എപ്പോഴും. ആമേൻ. രോഗികളായി ഭാരപ്പെടുന്നൊരു കൈവച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗശക്തികൾ ഇന്ന് മുതൽ സ്വർഗസ്ഥനായ പിതാവേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവോ അതോ ദൈവരാജ്യത്തിലാന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ പോയോ? ഏതാ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്? ദൈവരാജ്യത്തിലാണെന്നുള്ള തിരിച്ചറിവ്. നിങ്ങൾക്ക് ഇനി പിണക്കമാണോ വരുന്നത്, തിരിച്ചറിവാണോ ഉണ്ടായത്? ആമേൻ, ആമേൻ. അപ്പം കർത്താവിൽ നിങ്ങൾ വളരണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈയോടെ വെച്ച്, രോഗമുള്ളവർ കൈവച്ചിട്ട് പറ, വേദന ഉള്ളവർ വെച്ചിട്ട് പറ, യേശു എനിക്ക് വേണ്ടി ഇങ്ങനെ പറ, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചു, കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുതം എൻ്റെ അവകാശമാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഞാനിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ വേദന മാറിയിരിക്കുന്നു, അത്ഭുതം നടന്നിരിക്കുന്നു. ആ മുഴയായിക്കോട്ടെ, ക്യാൻസർ എപ്പോഴും പറയാം, എൻ്റെ ക്യാൻസർ രോഗികളോട് ഞാൻ പറയാനുള്ള കാര്യമുണ്ട്, ക്യാൻസർ മാറണേ എന്നുള്ളതല്ല, ക്യാൻസർ യേശു ശരീരത്തിൽ വഹിച്ചു എന്ന് പറയണം. സാക്ഷാൽ അവൻ എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗത്തിൻ്റെ പേര് ബൈബിളിലില്ല, ക്യാൻസറിൻ്റെ പേര് ബൈബിളിലില്ല. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചു പറഞ്ഞ ക്യാൻസർ യേശു വഹിച്ചതുകൊണ്ട് യേശുവിൻ്റെ മുറിവിനാൽ ക്യാൻസർ മാറിയിരിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവർ, രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളുള്ളവർ, 1-2 സാക്ഷി ഞാനിന്ന് കേൾക്കത്തുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇന്ന് നിർത്തുന്നത്. അപ്പോൾ നാളെ നമുക്ക് സൂമിലല്ല, യൂട്യൂബിലാണ് നാളെ മാത്രം, ഇതേ സമയം തന്നെയാണ്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് നീട്ടാതെ ചുരുക്കം വാക്കിലുണ്ടെങ്കിൽ, രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു 7 വയസ്സുള്ള ഒരു മോന്, അവന് യൂറിൻ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് യൂറിൻ പോകുന്നില്ല. അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അവിടെ ഒരു സർജറി നടത്തിയെങ്കിലേ യൂറിൻ പോകാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ അതൊന്നും വേണ്ട, നീ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, നീ കുഞ്ഞിന് കൈവെക്കാൻ പറഞ്ഞു അവിടെ. അങ്ങനെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എന്റെ കുഞ്ഞ് താണ്ട മൂത്രം പോകുന്നുണ്ട്, അവന് ഒരു കുഴപ്പവും ഇല്ല, തന്നെയല്ല അവന്റെ വേദന പൂർണ്ണമായും വിട്ടുമാറിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവള് സന്തോഷിച്ച കാര്യം. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇത് വലിയ സാക്ഷ്യം കേട്ടോ. അത് വലിയ യേശുവിൻ്റെ നാമത്തിന് മഹത്വം. ഇത് വലിയ സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ ലിസ്റ്റ് പറഞ്ഞു കേട്ടില്ലേ, യൂറിൻ പോകത്തില്ല, ഡോക്ടർ പറഞ്ഞു ഇനി സർജറി ചെയ്തല്ലേ ഫലമുള്ളൂ. അങ്ങനെ വിളിച്ച് സങ്കടം പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. യേശു ക്രൂശിൽ ഭരിച്ചടക്കപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ നാവിലൂടെ അത്ഭുതം നടക്കും. പറഞ്ഞു പറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊച്ചിൻ്റെ മൂത്രം പോയി, മാത്രമല്ല അവൻ്റെ വേദനയും കൂടെ പോയി. ഡോക്ടർ കള്ളം പറഞ്ഞു കാണാം, അല്ല,
ഡോക്ടർ പഠിച്ച ആളാണ്, അറിവുള്ള ആളാണ്. പക്ഷേ എന്ത് ചെയ്തു? ആ യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഓപ്പറേഷൻ പറഞ്ഞ ആ വ്യക്തി കൊച്ചെന്ത് ചെയ്തു? അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി സൗഖ്യമായി. സിസ്റ്റർ, ഇനി ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ക്രൂശിൽ മരിച്ചെന്ന് പറയണം, അവൻ ഉയർത്തു, രോഗം സൗഖ്യമാക്കിയിരിക്കുന്നു പറയണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് സൗഖ്യമാക്കിയിരുന്നു. നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കൊരു ഇത് പറയാണ്ട്. രാവിലെ ഞങ്ങള് ആ പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ബ്രദർ ഒരു കാര്യം പറഞ്ഞില്ലേ, വീടിന്റെ മുറ്റത്ത് ഒരു മരം മുറിച്ച് നിൽക്കുന്നുണ്ട്, പിന്നീട് കുറെ പ്ലാസ്റ്റിക് ചാക്കുകൾ അടക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളതെല്ലാം. അതിപ്പോ ഞാൻ ഏറ്റെടുക്കുന്നത് എന്താ വെച്ചാൽ ബ്രദർ പറഞ്ഞ എല്ലാ അടയാളങ്ങളും എനിക്കുണ്ട്. അല്ലാതെ വളരെ നിർജീവമായ അവസ്ഥയെല്ലാം നശിച്ച് ഇങ്ങനെ പോയി കിടക്കണ പോലെയാ. സഹോദരങ്ങളും എല്ലാ ബന്ധക്കാര്യങ്ങളും ഒറ്റപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഞങ്ങള് നല്ലവരും മുമ്പിലും കൈ നീട്ടേണ്ട ഗതികേടാ, ഒരു 500 രൂപയ്ക്ക് പോലും. അത് ഇന്നലെ സൂമിലും കേറിയില്ല, ഞാൻ യൂട്യൂബിലായിരുന്നു. ഓക്കെ സിസ്റ്റർ, അപ്പൊ ഇന്നലെ കേട്ട പ്രവചന ആലോചന സിസ്റ്ററുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ ഏറ്റെടുത്തോണം. ആ വിഷയത്തെ കർത്താവ് അത്ഭുതമാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓരോ വിഷയവും കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് സാക്ഷിയാക്കിയിരിക്കുകയാണ് ദൈവം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുക. ആമേൻ. മറ്റാരെങ്കിലും വേഗത്തിൽ പറഞ്ഞാട്ടെ, ചാടി പറഞ്ഞാട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അപ്പൊ ഞാൻ വണ്ടിക്കകത്തിരുന്നു. ഞാൻ ഇന്നലത്തെ സൂമിച്ച് ഞാൻ ഇന്നാ കേട്ടത്. എനിക്ക് ഇന്നലെയും പ്രാർത്ഥന ഉണ്ടായിരുന്നുണ്ട്. വൈകുന്നേരം വന്നപ്പോൾ വൈകി. അപ്പൊ 10:30 വീട്ടിൽ. ഇന്നും ഇപ്പോൾ ഞങ്ങൾ 10:30 വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ രാവിലെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ വരുന്ന ആന്റിക്ക് ഭയങ്കര നടുവേദന, നീർക്കെട്ടുമായിട്ട് ഇരിക്കാനൊന്നും പറ്റാതെ ഭയങ്കര പരമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹെഡ്സെറ്റ് രണ്ടുപേരും ചെവിയിൽ വെച്ചിട്ട് കേട്ടോണ്ട് പോകുമായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെ ഒപ്പം ഞങ്ങൾ കൂടി പ്രാർത്ഥിച്ചു. ഞാനും കൈവച്ച് ആന്റിയും കൈവച്ച് പ്രാർത്ഥിച്ചു. അതൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മൊത്തം അങ്ങ് പോയ വേദന അങ്ങ് മാറി. പോയ വഴിക്ക് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ചു വെച്ചതാ. എന്നിട്ട് ഞാൻ പറഞ്ഞ മരുന്ന് കഴിക്കണ്ട, ഇനി വിശ്വാസത്തിൽ ഇനി മാറി നല്ല വിശ്വസിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് മരുന്ന്. ഇത് വലിയൊരു അത്ഭുതം കേട്ടോ സിസ്റ്റർ. അതായത് നിങ്ങൾ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടുവേദന, രണ്ടുപേര് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുവായിരുന്നു അല്ലേ? അതെ, ഇന്ന് രാവിലെ കേട്ടോണ്ട് പോവുക. ഇന്നലത്തെ പ്രാർത്ഥന ഇന്ന് രാവിലെ കേട്ടോണ്ട് പോയായിരുന്നു. അവസാനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കേട്ടോണ്ടിരുന്നപ്പം അതിനുശേഷം ആ സൗഖ്യം നടന്നു അല്ലേ? ഇത് വലിയ സാക്ഷിയോട്ടെ. നിങ്ങൾ കേട്ട് നോക്കിയ ഡോക്ടറെ വിളിച്ച് മരുന്ന് വരെ എടുത്തു വെച്ചതാ, വിളിച്ചു പറഞ്ഞതാണ്. ആ നടുവേദനയായിട്ട് നീർക്കെട്ടായിട്ട് വലിയ ഭാരപ്പെട്ട് യാത്ര നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ രോഗസൗഖ്യ പ്രാർത്ഥന, യേശു മുറിവേറ്റു, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള തിരിച്ചറിവ് കേട്ട ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സൗഖ്യം ലഭിച്ചു. ഇത് വലിയ സാക്ഷ്യമാണ്. ഇങ്ങനെ അനേകർ, ഇപ്പം നിങ്ങൾ ഈ വചനം ഒന്ന് കൊടുത്താൽ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു, രണ്ടുപേരും കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി കണ്ടോ? അപ്പം നിങ്ങൾ ഇതുപോലെ അനേകർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചാൽ എന്നാ സംഭവിക്കുന്ന അറിയാമോ? അനേകർ ഈ സത്യം അറിയണം. യേശു നിങ്ങൾക്ക് വേണ്ടി രോഗികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴെങ്കിൽ വിസിറ്റ് ചെയ്യണം, അവരോട് പറയണം, സഹോദരൻ നിന്റെ രോഗത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്, അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് യേശു ആഗ്രഹിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. അങ്ങനെ ആ സഹോദരൻ ഇത് കേട്ടത് കൊണ്ടല്ലേ ഇപ്പം, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, ഡോക്ടറെടുക്കെ പോകുന്ന, മരുന്ന് കഴിക്കുന്നു, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് ഒരു പ്രാർത്ഥന ആ ജീവിതത്തെ എപ്പോഴും മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞെടുത്ത് വെച്ചല്ലേ? സ്വോത്രം കർത്താവേ. അപ്പൊ പിന്നെ മരുന്ന് പറഞ്ഞു എടുത്തു വെച്ചാൽ പിന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതായത് എടുത്തു വെച്ചോണ്ടേ മേടിച്ചു, ഇനിയിപ്പോൾ കഴിക്കണ്ട. സ്വോത്രം കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മ മറ്റാരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, UK-ൽ എന്നാ പ്രയർ ഉള്ളത്? സിസ്റ്ററെ, UK-ൽ നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഈ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, അതിൻ്റെ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ സിസ്റ്റർ, നമ്മൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോണം, അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഒക്കെ വരും കേട്ടോ. ഇതുവരെ നമ്മുടെ UK-യുടെ ഒന്നും വന്നിട്ടില്ല. UK-യുടെ ഗ്രൂപ്പ് ഉണ്ട് സിസ്റ്ററെ. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? ആഡായിട്ടുണ്ടോ സിസ്റ്റർ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ആരെങ്കിലും നമ്മുടെ UK-യുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, പഴയതല്ല പുതിയ ലിങ്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ആരെങ്കിലും ഇപ്പോൾ ഷെയർ ചെയ്താൽ മതി. വർഗീസ് വേറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. സിസ്റ്റർ ഇപ്പം കാണാൻ പറ്റുവേ, അല്ലെങ്കിൽ ഞാൻ പറ്റില്ലെങ്കിൽ ഞാനത് ഷെയർ ചെയ്തേക്കാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ്. പറഞ്ഞു. പറഞ്ഞു. ഹലോ ഈ 28/7 ബ്രദർ ഒരു നാൻസിയെ സ്പർശിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. കേൾക്കാമോ ബ്രദർ? കേൾക്കുന്നുണ്ട്. ആരായിരുന്നത്? എൻ്റെ മരുമോളാ നാൻസി. അവളെ തൊടുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാൻ
അത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോണ്, ഫൈബ്രോയിഡ്, ഹെർണിയ ഇത് മൂന്നും ഉണ്ട്. അപ്പൊ നല്ല മുഴയായിട്ട് ഉള്ളതായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ പ്രാവശ്യം ഇവിടെ ചെക്ക് ചെയ്തപ്പം ഫൈബ്രോയിഡ് കുറഞ്ഞിട്ടുണ്ട്. ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാതെ പോകാനായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് ഫൈബ്രോയിഡിന് കുറവ് വന്നിട്ടുണ്ട്. അതായത് ഈ പ്രവചന ആലോചന കേട്ടതിന് ശേഷമാണ് ഈ കുറവ് വന്നത്, അതോ അതിന് മുമ്പാണോ? അതെ 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 അത് കഴിഞ്ഞ പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്തത്. സ്വത്രം. അതായത് 27-ാം തീയതിയിലുള്ള പ്രാർത്ഥന അല്ലേ? 28/7 ഉള്ള പ്രാർത്ഥന. 28/7. അപ്പൊ 3 മാസം മുമ്പുള്ള അല്ലേ? 4 മാസം. 4 മാസം മുമ്പുള്ള അതിനകത്ത് കിടന്നൊരു പ്രവചന ആലോചനയാണ് പ്രിയാന്റ് പറഞ്ഞല്ലോ. മകളുടെ പേര് വെളിപ്പെടുത്തി, ദൈവത്തിന്റെ വലിയൊരു മരുമോളല്ലേ പേര് വെളിപ്പെടുത്തി ദൈവപ്രവൃത്തി. എന്റെ അനിയത്തി അവർക്ക് വേണ്ടി പിന്നെ വചനം അയച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബ്രദറിന്റെ കേട്ട് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിന് ശേഷം ഫൈബ്രോയിഡിന്റെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഹെർണിയുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഫൈബ്രോയിഡ് സൗഖ്യമായി വിടിവിച്ച ദൈവം അത് മുഴുവനും ഓപ്പറേഷൻ കൂടാതെ തന്നെ ആ വചനം മാത്രം ഇങ്ങനെ പറയാം, യേശു ക്രിസ്തു എൻ്റെ ഫൈബ്രോയിഡ് ക്രൂശിൽ വഹിച്ചു, യേശു ക്രിസ്തു എൻ്റെ ഹെർണിയയുടെ അസ്വസ്ഥത യേശു വഹിച്ചു, അങ്ങനെ തന്നെ പറയണം. സാക്ഷാൽ അവൻ എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം പറയണം ഞാൻ. അത് ഉറപ്പാണ്. ഈ കർത്താവ് വെളിപ്പെട്ടതാണ്. ഈ പ്രവചന ആലോചനയുടെ ദൈവം അത് വെളിപ്പെടുത്തിക്കൊണ്ട് ധൈര്യത്തോടെ ഇനി പ്രാർത്ഥിച്ചു. അത് അത്ഭുതം നടന്നിരിക്കും കേട്ടോ. അവള് വോയിസ് മെസ്സേജും ബ്രദറിന് ചെയ്തിട്ടുമുണ്ട്. എന്നായിരുന്നു സിസ്റ്ററെ? 3 ദിവസത്തിന് മുമ്പെയാ ബ്രദറിന്. 3 ദിവസത്തിന് മുമ്പാ? 2 ദിവസം കൊണ്ട് നോക്കുന്നത് കേറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, എനിക്കത് ഞാൻ മെസ്സേജുകളൊക്കെ അറിയാമല്ലോ, നമ്മളിങ്ങനെ നോക്കി വരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പം റിപ്ലൈ തരാൻ ഇച്ചിരി താമസം വരും. കാര്യം അറിയാമല്ലോ, ഇത്രയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആൾക്കാർ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞേ കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. എൻ്റെ കണ്ണിന് കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞ കണ്ണിന്റെ തിമിരമുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈയിടെ എനിക്ക് കണ്ണിന് ഒരിടയ്ക്ക് വേദനയൊക്കെ വന്നപ്പോൾ എൻ്റെ അനിയത്തി ഇതുപോലെ എന്നെ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അതങ്ങ് മാറിയായിരുന്നു. പക്ഷെ തിമിരത്തിന്റെ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. ഇപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ട എന്നുള്ളത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാഴ്ചക്ക് ഓപ്പറേഷൻ വേണ്ട. തിമിരത്തിന്റെ ഒന്നുമില്ല. സ്വോത്രം. അപ്പോൾ ഇനി കണ്ണ് വെച്ചോ, കർത്താവ് എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി എന്ന് പറയും. യേശു എൻ്റെ ക്രൂശിൽ വില കൊടുത്തതാണ്. എൻ്റെ പുതിയ അവയവത്തിന് വേണ്ടിയുള്ള വില ക്രൂശിൽ യേശു കൊടുത്തതാണ്. ഇപ്പോൾ സർജറി വേണ്ടത് ഡോക്ടർ പറയും തിമിരത്തിൻ്റെ ഒന്നുമില്ല. ഒന്നു തിമിരമൊക്കെ വന്നാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെയോ സർജറി ഇല്ലാതെ പോകത്തില്ല, നമുക്കറിയാം. പക്ഷെ അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സൗഖ്യത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചത് കൊണ്ടാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ, എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്തുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സമയബുദ്ധിയുണ്ട്. നാളെ നമുക്ക് പറഞ്ഞു സിസ്റ്ററെ. പെൺകുട്ടി. ഹലോ, പറഞ്ഞു സിസ്റ്റർ, ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. എന്റെ അയൽവക്കത്തൊരു പെൺകുട്ടിയായി ഇന്ന് ഉച്ചയാകുമ്പോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് പറയുകയുണ്ടായിരുന്നു. അവളുടെ സഹോദരന്റെ മകന് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പൊ അവന് ഇന്ന് അവിടെ ഒരു വിഷമമുണ്ടായി. അവന്റെ സിസ്റ്റർ ഒരു മിനിറ്റ് ഒന്നുകൂടെ പറഞ്ഞേ. ഞാനിപ്പോൾ ഇതായിപ്പോയി, മ്യൂട്ടായിപ്പോയി എല്ലാം. സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന സിസ്റ്റർ? പറഞ്ഞു. അതെ, ഇന്ന് ഉച്ചയാകുമ്പോ എന്റെ അയൽവാസി അവൾക്കറിയാം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാന്നറിയാം. അപ്പൊ അവള് കരഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അവളുടെ സഹോദരന്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അവിടെ വെച്ചിട്ട് അവന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് ഒരു ബാഗ് കൊടുത്തിട്ട് പറഞ്ഞു, അത്ര ഇതൊന്നും ഇവിടെ വെക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ബാഗ് അവിടെ വെച്ചു കൊടുത്തിട്ട് അവൻ താഴോട്ട് പോയിരുന്നു. അവിടുന്ന് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോലീസുകാർ കയറി വന്നു. ഈ ബാഗ് അവര് പിടിച്ചു. അതിൽ നിറയെ കഞ്ചാവായിരുന്നു അത്രേ. അപ്പൊ അങ്ങനെ കുട്ടീനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അത് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് അവൾ എന്നെ വിളിച്ചത്, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റെ മനസ്സിൽ വന്ന് ദൈവം
പറയിപ്പിച്ചത്. എനിക്ക് പാമ്പുകളെയും തേളുകൾ അങ്ങനെ ഇതിനൊരാപത്തും വരില്ല, അവന് അധികാരം ഉണ്ട്, അവന് ഒരു അനർത്ഥം വരില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അവളോട് പറഞ്ഞിട്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് സാക്ഷ്യം പറയാൻ ഇട വരുത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ധൈര്യം കൊടുത്തു. ഞാൻ കർത്താവിൽ അത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അവള് വിളിച്ചു പറഞ്ഞു അവനെ വിട്ടു, അവനെ പോലീസ് വിട്ടു. പൈസ കൊടുക്കേണ്ടി വന്നു, 2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു അത്രേ. എന്നാലും കുഞ്ഞിനെ പോലീസിൽ നിന്നും വിടുവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിനോട് ആ നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നന്ദിയില്ലാത്തവരായി മാറും. ഞാൻ ഇന്നെ സാക്ഷ്യം പറയുന്നു, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം വിടിവിച്ചു. പക്ഷെ നമ്മുടെ കാശ് അപകരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പക്ഷെ അത് നഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ മകൻ ചെയ്യാത്ത തെറ്റാണ്, കുടുക്കിയതാണ്, അവനെ ദൈവം വിടിവിച്ചു പ്രിയമക്കളുടെ പ്രാർത്ഥനയാൽ. പക്ഷെ ആ പൈസ ദുഷ്ടൻ അപകരിച്ചതാണ്. നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന വചനം കൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ തിരിച്ചു പിടിക്കുന്നു. മാനുഷിക ബുദ്ധിയിൽ അത് തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ല. പക്ഷേ എൻ്റെ കർത്താവെ, ഞങ്ങൾ യേശു തന്ന എനിക്ക് അധികാരത്തെ ഉപയോഗിക്കുന്നു. ആ പൈസ തിരിച്ചു വിളിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ. അത് ഏത് ദുഷ്ടന കയ്യിലിരുന്നാലും അത് തിരിച്ച് കയ്യിലോട്ട് മടങ്ങി വരുവാൻ കൽപ്പിക്കുന്നു. അത് വലിയൊരു സാക്ഷ്യമായിട്ട് മാറും. ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് എന്ന അധികാരത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആ വിഷയത്തെ ആത്മാവിൽ തൊടുന്നു. ആ പൈസ കൈവെക്കുന്ന വ്യക്തിക്ക് ഒരു സ്വസ്ഥത തിരിച്ചു കൊടുക്കുന്നത് വരെ അവന് സ്വസ്ഥത വരത്തില്ല. അത് ദുഷ്ടൻ അപകരിച്ചുകൊണ്ട് പോയതാണ്, ദുഷ്ടന്റെ പ്രവൃത്തിയാണ്. പ്രിയമക്കളുടെ നന്മ നഷ്ടപ്പെടുത്തുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്നുള്ള വചനത്താൽ ഞാനത് ലോക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ തിരിച്ചു പിടിക്കുന്നപ്പ കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന സ്റ്റോറിക്ക് അറിയാൻ സാക്ഷ്യങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് സാക്ഷ്യങ്ങൾ, നിങ്ങൾ ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. കാര്യം നിങ്ങളുടെ സാക്ഷ്യം വിശ്വാസം വർദ്ധിക്കുന്നതാണ്. നമ്മൾ ഈ കേൾക്കുന്ന വചനത്തെ നമുക്ക് ഉറപ്പിക്കുന്നതാണ്. എനിക്കറിയാം, ഞാനിത് മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പലരും മെസ്സേജ് അയച്ച് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത ചിലർക്ക് എനിക്കറിയത്തില്ല അതെന്താ, എനിക്ക് എററോ എന്താ സംഭവിച്ചു എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റുന്നുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ പ്രാർത്ഥന നമ്പറിലേക്ക് സഹോദരങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡുകളായിട്ട് ക്ലിയർ ആയിട്ട് അയച്ചു കൊടുക്കുക. ഇന്നൊരു സാക്ഷ്യം കേൾപ്പിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വർഗീസ് പേർ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കേൾപ്പിക്കാൻ പറ്റിയില്ല, നമുക്ക് തിരക്കുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. പറയാൻ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ചിലർക്ക് പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല അതെന്നാന്നുള്ളത്, അവരോടാണ് ഞാൻ പറഞ്ഞത്, അയച്ചു കൊടുക്കുക. ബാക്കി മാറ്റാൻ പറ്റുന്നവരെല്ലാം സാക്ഷ്യം പറയണം. നിങ്ങളുടെ സാക്ഷ്യം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതാണ്. പ്രവചന ആലോചനകൾ കേൾക്കുന്നവർ ഏറ്റെടുത്തോണം. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല, നിങ്ങൾ ആരെന്ന് അറിയത്തില്ല, പക്ഷേ ഇടപെടുമ്പോൾ ആമേൻ പറഞ്ഞ് ചാടി പിടിച്ചോണം. ആ ദൂത് പ്രവചനം ഏറ്റെടുത്തോണം. അതിൻ്റെ നിവൃത്തി കാണുവാൻ ഇടയായിട്ട് നമ്മൾ ഒത്തിരി സാക്ഷ്യം കേൾക്കുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പം സൂമിൽ ഞാൻ പ്രാർത്ഥനയുണ്ട്, ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിനക്കുണ്ടാകുമെന്ന വചനത്താൽ ഞാൻ നിങ്ങളെ ഇന്ന് ഒരുമിച്ച് നമുക്ക് ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് നമ്മുടെ